അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എങ്ങനെ കാന്തപുരം ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കണേ? സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സമസ്ത കേന്ദ്ര മുശാവറ എന്താണോ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം കറക്റ്റ് അത് നടപ്പിലാക്കുകയാണ്. അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ ലീഗിൻ്റെ വേദിയിൽ ലീഗിൻ്റെ ആളുകളായി നിൽക്കുമ്പോൾ ആ തീരുമാനം നടപ്പാക്കണം. സമസ്തൻ്റെ പോഷക സംഘടന സെക്രട്ടറി ആകുമ്പോൾ റഷീദ് ഫൈസി അടക്കമുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അടക്കമുള്ള ഇനി മറ്റുള്ള സമദ് സാഹിബായാലും ആരായാലും നടത്തേണ്ടത് സമസ്ത മുഷാവറിൻ്റെ തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് മുന്നിട്ടിറങ്ങിയ ആളുകളാണ് ഇവരൊക്കെ. ഇവരെങ്ങനെ 89 കഥ എന്ത് എന്ന് പോലും അറിയാത്ത ആളുകളാണ്. 89 കഥ എന്താ? സമസ്ത മുഷാവർ എടുത്ത തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ച ആളുകളാണ്. ഇവിടെ ആരാ സമസ്ത മുഷാവറിൻ്റെ എതിരെ പ്രവർത്തിക്കണേ? അമീദ് ഫൈസി മുഷാവറക്കെതിരെ പ്രവർത്തിച്ചോ? പിന്നെ നമ്മുടെ റഷീദ് ഫൈസി പ്രവർത്തിച്ചോ? സത്താർ സാഹിബ് പ്രവർത്തിച്ചോ? ഇല്ല. എന്നാൽ കാന്തപുരം മുഷാവർ എടുത്ത തീരുമാനം എറണാകുളത്തെ സമ്മേളനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. മുഷാവറ കാന്തപുരം നിർത്തിവെച്ചോ? കാന്തപുരത്തിന് പല കാര്യങ്ങളും പറഞ്ഞു. കാന്തപുരത്തിനോട് മുഷാവർ എടുത്ത തീരുമാനത്തിനെ കാന്തപുരം അതിനെ നിന്ദിച്ചുകൊണ്ടാണ് പോയത്. ഇപ്പോൾ വാഫി സ്ഥാപനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് മുഷാവർ എടുത്ത തീരുമാനം, ആ മുഷാവറയുടെ തീരുമാനത്തിനെ കാന്തപുരത്തിൻ്റെ അതേ രീതിയിൽ നിന്ദിക്കുന്നത് ആര് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ ഇവിടെ ഇട്ടുതരാം. നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി. ആരാ? മുഷാവറ എടുത്ത തീരുമാനത്തിനെ അംഗീകരിക്കാതെ വാഫി സംവിധാനം കാന്തപുരത്തിനെ മാറ്റി നിർത്തിയ മാരിക്ക് തന്നെ ഹക്കീം ഫൈസിയെയും മാറ്റി നിർത്തി. വാഫി സംവിധാനത്തിന് പകരം SNEC കൊണ്ടുവന്നു. ആ വാഫി സംവിധാനത്തിനെതിരെ കാന്തപുരത്തിനെ മാറ്റി നിർത്തിയതുപോലെ അതിനെതിരെ വാഫിക്കെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാൻ ഈ പറയുന്ന ആളുകളും ഈ എഴുതുന്ന ആളുകൾക്കൊന്നും സാധിക്കണില്ല. എന്തുകൊണ്ട്? ഇവരൊക്കെ സമസ്ത പ്രേമം എത്രയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.